നമസ്കാരം. കേട്ടാലറയ്ക്കുന്നൊരു വാക്കാണ് ഹമാസിനെ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് സാക്ഷാൽ മഹ്മൂദ് അബ്ബാസ് വിളിച്ചിരുന്നത്. അല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ലാതെ. ഹമാസ് ഗസയുടെ ശാപമാണ് എന്നാണ് മഹ്മൂദ് അബ്ബാസ് പറയുന്നത്. ഇപ്പോൾ അറബ് രാജ്യങ്ങളും അതേ വഴിയിലേക്ക് വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് സമാധാനം വേണം, ഭക്ഷണം വേണം, ജീവിതം വേണം, നിങ്ങൾ ഈ മണ്ണ് വിട്ട് പോകൂ എന്ന് ഹമാസിനോട് പറഞ്ഞത് ഗസയിൽ നിരവധി പ്രകടനങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ്. അപ്പോഴൊക്കെ ഹമാസ് പിടിച്ചു നിന്നത് പ്രൊപ്പഗാൻഡകൾ വഴിയായിരുന്നു. പട്ടിണി കുപ്രചരണം നടത്തി കിട്ടുന്നതെല്ലാം അർഹതപ്പെട്ടവർക്ക് നൽകാതെ കീശയിലാക്കുന്ന ഹമാസ ശരിക്കും ഗസയുടെ ശാപം തന്നെയാണ്. ആശുപത്രിക്കകത്ത് തുരങ്കമുണ്ടാക്കി ഒളിച്ചിരുന്ന് റോക്കറ്റ് ആക്രമണം നടത്തുക, ഇസ്രായേൽ തിരിച്ചാക്രമണം നടത്തുമ്പോൾ ആശുപത്രി തകർത്തേ എന്ന് നിലവിളിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കുക, എന്നിട്ട് മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇരവാദം ഇറക്കുക, ഹമാസിൻ്റെ ഈ പ്രൊപ്പഗാൻഡകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പോലുമുണ്ട്. ഒന്ന് പൊളിയുമ്പോൾ അടുത്ത പ്രൊപ്പഗാൻഡ എടുത്തിടുകയാണ് ഹമാസിൻ്റെ രീതി. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ പട്ടിണി മൂലം എല്ലും തോലുമായ കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചാണ് ഹമാസ് പ്രൊപ്പഗാൻഡ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. പലസ്തീനിൽ അഭയാർത്ഥി ക്യാമ്പുകളും UN ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത് UNRWA എന്ന ഏജൻസിയാണ്. 1949 സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയിലൂടെയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, ഭക്ഷണം, താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നത്. പക്ഷേ ഈ UNRWA പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കീഴിലാണെന്നത് പലർക്കും അറിയാത്ത സത്യമാണ്. ഗസയിലെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ലോകവ്യാപകമായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുള്ളത് ഗസ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ഹമാസ് നൽകുന്ന കണക്കാണ് മാധ്യമങ്ങളിൽ വരുന്നത്. അതുപോലെ കൃത്യമായ പ്രൊപ്പഗാൻഡ ഫാക്ടറിയുള്ള സംഘടന കൂടിയാണ് ഹമാസ്. അവർ ഉണ്ടാക്കിയെടുത്ത അവസാനത്തെ അടവാണ് ഗസയിലെ പട്ടിണി മരണങ്ങൾ. ഹമാസിന്റെ പ്രൊപ്പഗാൻഡ ഹാൻഡിലൂടെ പ്രധാന ജോലികളിൽ ഒന്ന് വ്യാജ ഫോട്ടോ നിർമ്മാണമാണ്. ഗസയിലെ കുട്ടികൾ എല്ലും തോലുമായി എന്ന് കാണിക്കാൻ നിരവധി വ്യാജ ഫോട്ടോകളാണ് ഇവർ പടച്ചുവിടുന്നത്. അത്തരത്തിൽ ഒന്നെടുത്തു കൊടുത്തതിന്റെ പേരിൽ ലോകപ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസിന് ഈയിടെ ഖേദപ്രകടനത്തോടെ വിശദീകരണവും കൊടുക്കേണ്ടി വന്നു. ഗസയിൽ പട്ടിണി മരണം നടക്കുന്നുവെന്ന 1-ാം പേജ് സ്റ്റോറിയോടൊപ്പം ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത ഫോട്ടോ മുഹമ്മദ് സഖറിയ അൽ മുദവഗ് എന്ന ഗസയിലെ കുട്ടിയുടേതാണ്. ആ കുട്ടിക്ക് നേരത്തെ തന്നെ ജനിതക രോഗമുണ്ടായെന്ന് പത്രം ഇപ്പോൾ സമ്മതിക്കുന്നു. ഇസ്രായേലിനെതിരെ വെറുപ്പുണ്ടാക്കണമെന്ന് ലക്ഷ്യം വെച്ച ഈ ചിത്രം പ്രസിദ്ധീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ന്യൂയോർക്ക് ടൈംസിന്റെ തിരുത്ത്. കഴിക്കാൻ ഭക്ഷണമില്ലാതിരുന്നിട്ടല്ല, അസുഖം കാരണമാണ് കുട്ടി അവശനായത്. അത് ജന്മനാ ഉള്ള അസുഖമാണ്. അത് മറച്ചു വെച്ചാണ് ഹമാസ് പ്രചരിപ്പിച്ചത്. രാജ്യാന്തര മാധ്യമങ്ങൾ പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ അത് ഏറ്റുപിടിക്കുകയാണ്. ഹമാസ് രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പടം പട്ടിണിയാക്കി മാറ്റി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന ഈ ന്യൂയോർക്ക് ടൈംസ് പോലെ തന്നെ ഒരു പത്രത്തിന് അറിയില്ലേ എന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. വൈറലായ മറ്റൊരു ഫോട്ടോയാണ് 5 വയസ്സുള്ള ഒസാമ അൽ റഗബിൻ്റേത്. ഇതും ഇസ്രായേൽ ഉണ്ടാക്കുന്ന പട്ടിണിക്ക് ഉദാഹരണമായാണ് കാണിച്ചത്. പക്ഷേ ഈ കുട്ടിക്കും ജനിതക രോഗമായിരുന്നു. ജൂൺ 12-ന് റമോൺ വിമാനത്താവളം വഴി അമ്മയ്ക്കും സഹോദരനുമൊപ്പം കുട്ടിയെ ഗസയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ യൂണിറ്റ് ചികിത്സയ്ക്കായി ഇറ്റലിയിൽ എത്തിച്ചു എന്നാണ് വസ്തുത. നോക്കണം, ഇസ്ലാമിസ്റ്റുകൾ കൊലയാളികൾ എന്ന് വിളിക്കുന്ന ഇസ്രായേലാണ് ഈ കുട്ടിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ കുട്ടികൾ വിശന്നു മരിക്കുന്ന അവസ്ഥ അവിടെയില്ല. ഗസയുടെ ചില ഭാഗങ്ങളിൽ ഭക്ഷണത്തിനായി ക്യൂ രൂപപ്പെടുന്നത് തന്നെ വിതരണത്തിലെ പ്രശ്നം മൂലമാണ്. പട്ടിണി കുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അത് മാതാപിതാക്കളെയും ബാധിക്കും. നല്ല ആരോഗ്യമുള്ള മാതാപിതാക്കൾ പട്ടിണി എന്ന് പറഞ്ഞ് അസുഖബാധിതരായ കുട്ടികളെ പ്രദർശിപ്പിച്ച നിൽക്കുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ പട്ടിണിയുള്ള ആഫ്രിക്കയിലേക്ക് നോക്കുക. അവിടെ അമ്മമാരും കുട്ടികളും ഒരുപോലെ എല്ലും തോലുമാണ്. ഗസയിൽ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനും പഴി ഇസ്രായേലിനാണ്. പക്ഷേ ഇത് ഗസയിലെ മാത്രം പ്രശ്നമല്ല. മസ്ക്യുലാർ ഡിസ്ട്രോഫി, സെറിബ്രൽ പാൾസി, ബോണി ഡിസ്ട്രോഫികൾ, ലിപ്പോയി ഡിസ്ട്രോഫി, മർഫൻ സിൻഡ്രോം, പ്രൊഗേറിയ തുടങ്ങിയ മാരകമായ രോഗങ്ങളടക്കം കേരളത്തിലടക്കം എല്ലായിടങ്ങളിലും ഏറിയും കുറയും കാണാൻ സാധിക്കും. കണ്ടാൽ തന്നെ മനസ്സ് വേദനിക്കുന്നതാണ് അത്. കുട്ടികൾക്കാണെങ്കിൽ പറയുകയും വേണ്ട. ഇത്തരം ചിത്രങ്ങൾ വച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് മനുഷ്യത്വ വിരുദ്ധത. അത് ചെയ്യുന്നത് ഭീക്ഷണാടന മാഫിയെ പോലുള്ള പ്രവൃത്തിയാണ്. അതാണ് ഗസയിൽ ഹമാസ് ചെയ്യുന്നത്.
രക്തബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ രക്തബന്ധത്തിൽ ഉള്ളവർ തമ്മിലുള്ള വിവാഹം ധാരാളമായിരുന്നു. അമ്മയുടെ സഹോദരന്റെ മകളെ അല്ലെങ്കിൽ മകനെ കല്യാണം കഴിക്കുക എന്ന് ഇന്നും അപൂർവമായി നടക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ആണെങ്കിൽ അമ്മയുടെ സഹോദരനെ തന്നെ കല്യാണം കഴിക്കാം. പക്ഷേ ഇത്തരത്തിൽ രക്തബന്ധത്തിലുള്ളവർ വിവാഹം കഴിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ജനിതക രോഗങ്ങളും വർദ്ധിക്കും. ഇത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ട്. ഗസയിലും രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിന്റെ നിരക്ക് കൂടുതലാണ്. ജനിതക വൈകല്യങ്ങൾക്കുള്ള ഒരു കാരണവും അതുതന്നെയാകാം. ഗസയിൽ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളുടെ വ്യാപനം കൂടുതലാണ്. കൃത്യമായ പ്രസവരക്ഷാ ചികിത്സകൾ, ഗർഭസ്ഥ രോഗനിർണയങ്ങൾ, ശിശു സംരക്ഷണ സംവിധാനങ്ങൾ, കുടുംബാസൂത്രണങ്ങൾ, സർവോപരി എല്ലാവരും വാക്സിനേഷനുകൾ എടുക്കുന്ന പതിവും ഗസയിൽ ഇല്ല. ഇതൊക്കെ ശിശുമരണ നിരക്കിനെയും വൈകല്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഗസയിൽ പട്ടിണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഭീകരമല്ല. തിന്നാൻ ഒന്നുമില്ലാത്ത അവസ്ഥ അവിടെയില്ല. UN-ൻ്റേതടക്കം ആയിരക്കണക്കിന് ഭക്ഷ്യസഹായ ട്രക്കുകളാണ് ഗസയിലെത്തുന്നത്. പക്ഷേ ഇവിടെ വിതരണത്തിന്റെ പ്രശ്നമുണ്ട്. ചില പ്രദേശങ്ങളിലേക്ക് അത് എത്തുന്നില്ല. അതിന് കാരണം ഇസ്രായേലല്ല, ഹമാസ് തന്നെയാണ്. ഹമാസ് ഇത് തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഗസയിലെ കുട്ടികൾ ഭക്ഷണമില്ലാതെ മരിക്കാൻ പോകുന്നുവെന്ന ലോകവ്യാപകമായ മുറവിളികൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ട്രക്കുകൾ കാണാതാകുന്ന സംഭവവും ഉണ്ടാകുന്നത്. ഇത് ഇസ്രായേൽ തട്ടിയെടുത്തതാണ് എന്ന് ഹമാസ് ആരോപിച്ചിരുന്നു. ഹമാസിന്റെ പ്രൊപ്പഗാൻഡ ടീമുകൾ ഇത് വാർത്തയാക്കിയപ്പോൾ അൽ ജസീറ തൊട്ട് കേരളത്തിലെ മീഡിയ വൺ വരെ മരണാസന്നരായ കുട്ടികളുടെ ഭക്ഷണം വരെ കൊള്ളയടിക്കുന്ന ഭീകരരാക്കി ഇസ്രായേലിനെ ചിത്രീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും വീഡിയോയും പിന്നീട് പുറത്തു വന്നു. അപ്പോൾ ഹമാസ് തന്നെയാണ് ട്രക്ക് തട്ടിയെടുത്തത് എന്ന് തെളിഞ്ഞു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. 2024 ശേഷം ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയ ട്രക്കുകളിൽ 97 എണ്ണം ഹമാസ് തട്ടിയെടുത്തു. ഈ 97 ട്രക്കുകളും അതിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളും എവിടെ പോയി എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഇത്രയും വലിയ ഒരു കൊള്ളയടിക്ക് സിവിലിയൻസിന് കഴിയുമോ? മാത്രമല്ല, കൊള്ളയടിക്കപ്പെട്ട ഈ ട്രക്കുകൾ എവിടെയാണ് സൂക്ഷിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗസ എന്ന ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയധികം ട്രക്കുകൾ സാധാരണക്കാർക്ക് ഒളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവ നേരെ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലേക്ക് പോയി കാണും എന്നാണ് നിഗമനം. ഗസയിൽ ഭക്ഷ്യദാരിദ്ര്യമുണ്ട് എന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യ ട്രക്കുകളാണ് ഇവിടെ എത്തിയത്. പക്ഷേ അത് ആവശ്യക്കാരുടെ കയ്യിൽ എത്തുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഗസയിലേക്ക് ട്രക്കുകൾ എത്തിയത് ഈ വർഷമാണ്. ഗസയിലെ 7 ട്രക്കുകളിൽ നിന്ന് പലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം, മൊബൈൽ ഫോണുകൾ, എന്തിന് സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുത്ത കരിഞ്ചന്തയിൽ വിൽക്കുക എന്നതായിരുന്നു ഹമാസ് ചെയ്തു വന്നത്. ഹമാസ് തീരാതെ ഗസ ചിരിക്കില്ല എന്ന സത്യം പതുക്കെയാണെങ്കിലും അറബികളും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിനെതിരെ തിരിഞ്ഞ സമയമാണിത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഗസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകണമെന്ന് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതോടെ ഹമാസ് ഒറ്റപ്പെടുകയാണ്. യൂറോപ്യൻ യൂണിയനും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതിൽ ഖത്തറിൽ നിന്നാണ് ഹമാസിന് ഏറ്റവും കൂടുതൽ സഹായം വന്നിട്ടുള്ളത് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഹമാസിന്റെ കോടീശ്വരന്മാരായ പല നേതാക്കളും ഖത്തറിലാണ് താമസം. അവരുടെ മക്കൾ അവിടുത്തെ വലിയ സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിക്കുന്നത്. ഖത്തർ ഹമാസിനെ കൈവിട്ടത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിനും ഫലസ്തീനും ഇടയിൽ ദ്വിരാഷ്ട്ര പരിഹാരം പുനരുജ്ജീവിപ്പിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ അംഗീകരിച്ച 7 പേജുള്ള രേഖയിലാണ് അറബ് ലീഗ് ഹമാസ് ഗസ വിടണം എന്ന് ആവശ്യപ്പെടുന്നത്. നിർദ്ദേശത്തെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ 17 രാജ്യങ്ങൾ പിന്തുണച്ചു. സൗദി അറേബ്യയ്ക്കൊപ്പം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ഫ്രാൻസ് ഈ പ്രഖ്യാപനത്തിനെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. അറബ് രാജ്യങ്ങളും ഒന്നാകെ ഹമാസിനെ അപലപിക്കുകയാണ്. ഹമാസിന്റെ നിരായുധീകരണത്തിനായി പ്രമേയം ആഹ്വാനം ചെയ്യുന്നു. ഫലസ്തീൻ ഭരണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. ഭാവിയിൽ ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ഉദ്ദേശം വ്യക്തം. തങ്ങളെന്നും സമാധാനത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നും ഹമാസിന്റെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസ് ആയുധം താഴെ വച്ചാൽ യുദ്ധം തീരുമെന്നും തങ്ങൾ ആയുധം താഴെ വച്ചാൽ തങ്ങൾ തീരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഗസയിൽ ഉണ്ടാക്കിയ ഹമാസിന്റെ തുരങ്കങ്ങൾ 75% ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. ഹമാസിന്റെ നേതൃത്വത്തിലെ പ്രമുഖരെയൊക്കെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. വിദേശ ഫണ്ടിന്റെ സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചതോടെ ഹമാസ് ശരിക്കും കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷം ഗസയെ റീബിൽഡ് ചെയ്യുക എന്നതാണ് നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും മനസ്സിലുള്ളത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്.
അതിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങളും വന്നിരിക്കുകയാണ്. പക്ഷേ ഹമാസ് ഒരിക്കലും ആയുധം താഴെ വെക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം അതൊരു മതപ്രചോദിത സംഘടനയാണ്. ഫലസ്തീനെ മാത്രം മോചനത്തിന് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത്. ലോകത്തെ മൊത്തം ഇസ്ലാമികവത്കരിക്കാനുള്ള ജിഹാദിന്റെ ഭാഗമാണ് അവർക്ക് ഈ പോരാട്ടം. അവസാനത്തെ യഹൂദനെയും ഇല്ലാതാക്കാനുള്ള മതകൽപ്പനയാണ് അവർ നടപ്പാക്കുന്നത്. ഫലസ്തീനിലെ കുട്ടികളെ കാട്ടി പണം പിരിക്കുക, പാവങ്ങൾക്കുള്ള സഹായങ്ങൾ വരെ കരിഞ്ചന്തയിൽ വിറ്റ് കാശുണ്ടാക്കുക, UN സഹായം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കുക, ഫലസ്തീൻകാർക്ക് അവകാശപ്പെട്ട പണം സ്വന്തം പേരിലും ഭാര്യയുടെ പേരിലും മക്കളുടെയും പേരിലും സമ്പാദിക്കുക, ഇതാണ് ഹമാസ് നേതാക്കൾ ചെയ്തു വരുന്നത്. ഈ ഭിക്ഷാടന മാഫിയയ്ക്ക് സമാനമായ പ്രവർത്തനം പക്ഷെ കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്.